മഴ വീണ്ടും ശക്തി പ്രാപിക്കുന്നതിനെ തുടർന്ന് ഇപ്പോൾ പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അത് നിർത്തിവെച്ചിരിക്കുന്നു എന്നുള്ള വിവരം വരികയാണ്. ഫെലിക്സ്, അത്രമാത്രം കനത്ത മഴയാണോ പെയ്തുകൊണ്ടിരിക്കുന്നത്? നമുക്ക് മുന്നോട്ട് പോകാനാകില്ലേ? കുറേ നേരമായി നല്ല മഴ ലഭിക്കുന്നുണ്ട്. അതിശക്തമായ മഴയല്ലെങ്കിലും ഏറെ നേരമായി ഇതുപോലെ തന്നെ മഴ ലഭിക്കുന്നു എന്നതാണ്. പക്ഷേ നമ്മൾ ഈ കാണുന്ന പ്രദേശത്ത് ഇത്രയും മഴയുള്ളെങ്കിൽ പക്ഷേ ഈ പുഴയുടെ വൃഷ്ടി പ്രദേശത്ത് നല്ല ശക്തമായ മഴ ലഭിക്കുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം വലിയ കുത്തൊഴുക്കാണ്. നേരത്തെ ഉള്ളതുപോലെയല്ല, പുഴയിലെ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ പുഴയിൽ നേരത്തെ ഒരു പാലം മാത്രമാണ് ഉണ്ടായിരുന്നത്. അത് നടന്നു പോകാൻ കഴിയുന്നൊരു പാലമാണ്. പക്ഷേ ആ പാലത്തിലൂടെ ഇപ്പോൾ പോകാൻ കഴിയുന്നില്ല. ആളുകളെ അങ്ങോട്ടേക്ക് കടത്തി വിടുന്നില്ല. കയറ് കെട്ടി ഏറ്റവും ഒടുവിൽ കുറച്ച് ആളുകളെ കടത്തി വിട്ടിരുന്നു. പക്ഷേ ഇപ്പോൾ പൂർണ്ണമായും അതായത് മുണ്ടക്കൈ മേഖലയിലേക്ക് ആളുകൾക്ക് പോകാൻ കഴിയാത്തൊരു സ്ഥിതിവിശേഷം ഉണ്ട്. അത് മുണ്ടക്കൈ മേഖല ഏതാണ്ട് ഒറ്റപ്പെട്ടു എന്ന് നമുക്ക് പറയാൻ കഴിയും. ബെയിലി പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തികൾ ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുകയാണ്. ഒന്നാമത്തെ കാര്യം, കൂടുതൽ ഉപകരണങ്ങൾ എത്തേണ്ടതുണ്ട്. അത് കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്നും കൂടുതൽ ഉപകരണങ്ങളുമായി 16 ട്രക്കുകൾ ഇവിടേക്ക് എത്തും. ഒപ്പം തന്നെ പുഴയിൽ ഇപ്പോൾ കുത്തൊഴുക്കാണ്. അതും ഈ പറയുന്ന ബെയിലി പാലം നിർമ്മാണം അത് നിർത്തിവെക്കാനൊരു കാരണമാണ് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് ആളുകളോട് ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശം ഇവിടെയുള്ള ആളുകൾ തരുന്നുണ്ട്. ഇപ്പോൾ ഈ പറയുന്ന മുണ്ടക്കൈ മേഖലയിൽ നിന്നും ഈ മൃതദേഹങ്ങൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നുണ്ട്. അത് റോപ്പ് വഴി കയർ കെട്ടി വടം കെട്ടിയാണ് ആ മൃതദേഹങ്ങൾ ഇങ്ങോട്ടേക്ക് എത്തുന്നത്. ഇനിയിപ്പോൾ ആളുകൾക്ക്, സാധാരണ ആളുകൾക്ക് ഏതെങ്കിലും ആവശ്യത്തിന് അപ്പുറത്തേക്ക് പോകാനോ വരാനോ ചെയ്യണമെങ്കിൽ കൂടി അത് റോപ്പിൻ്റെ സഹായത്തോടെ പോകേണ്ട ഒരു പ്രതിസന്ധി ഘട്ടമാണ് ഇപ്പോൾ ഉള്ളത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിശക്തമായ കുത്തൊഴുക്കാണ് പുഴയിലുള്ളത്. രാവിലത്തെ പോലെയല്ല, ജലനിരപ്പ് വലിയ രീതിയിൽ ഉയർന്നിട്ടുണ്ട്. മഴ കുറേ അധികം നേരമായി നല്ല മഴ ലഭിക്കുന്നുണ്ട്. അത് തന്നെയാണ് ഈ ജലനിരപ്പ് വലിയ രീതിയിൽ ഉയരാൻ കാരണം. മാത്രമല്ല അത് കുത്തൊഴുക്കായി മാറുന്നു. നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടതുപോലെ ചെളി നിറഞ്ഞ വെള്ളമാണ് വലിയ അളവിൽ ഒഴുകിയെത്തുന്നത്. അതിശക്തമായ മഴ ഈ വൃഷ്ടി പ്രദേശത്തടക്കം ലഭിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അതുകൊണ്ട് പാലത്തിന്റെ നിർമ്മാണം അത് മുന്നോട്ട് പോകുമെന്നതാണ് സൈന്യം അറിയിക്കുന്നത്. കാരണം കൂടുതൽ ഉപകരണങ്ങളടക്കം എത്തിക്കൊണ്ട് വളരെ വേഗത്തിൽ, അതായത് എത്ര വലിയ മഴയുണ്ടെങ്കിലും നിർമ്മാണവുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് സൈന്യം അറിയിക്കുന്നത്. ഏതായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നല്ല മഴ ലഭിക്കുന്നു. പ്രത്യേകിച്ചും ഏതാണ്ട് മുണ്ടക്കൈ മേഖല പൂർണ്ണമായും ഒറ്റപ്പെട്ട നിലയിലാണ് ഇപ്പോൾ. നേരത്തെ അങ്ങനെയായിരുന്നില്ല. ഒരു ചെറിയ പാലമെങ്കിലും ഉണ്ടായിരുന്നു. ആളുകൾക്ക് ആ പാലത്തിൽ കൂടി നടന്ന് അകത്തേക്ക് പോകാനും പുറത്തേക്ക് വരാനും കഴിയുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അവിടെയുള്ള ആളുകൾ, മുണ്ടക്കൈ മേഖലയിലുള്ള ആളുകൾ, അവർക്ക് ഈ പറയുന്ന ചൂരൽമല മേഖലയിലേക്ക്, ഈ പ്രദേശത്തേക്ക് വരാൻ കഴിയുന്നൊരു സാഹചര്യമല്ല ഇപ്പോൾ ഉള്ളത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇങ്ങോട്ടേക്ക് വരണമെങ്കിൽ ഇനി ഒരുപക്ഷെ റോപ്പ് ഉപയോഗിച്ച് വടം കെട്ടി കയർ കെട്ടി മാത്രം ഇങ്ങോട്ടേക്ക് പോകേണ്ട ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. മഴ തുടരുകയാണ്. കഴിഞ്ഞ ദിവസത്തെ പോലെയല്ല. ഇന്ന് രാവിലെ അല്പം മഴ തോർന്നെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം നല്ല മഴയാണ് പ്രത്യേകിച്ചും ചൂരൽമല മേഖലയിലും ഒക്കെ തന്നെ ലഭിക്കുന്നത്. അതൊരു പ്രധാനപ്പെട്ട കാരണമാണ്. അത് തന്നെയാണ് ഈ ജലനിരപ്പ് ഈ രീതിയിൽ ഉയരാൻ കാരണമാകുന്നത്. അതിൽ ബെയിലി പാലം നിർമ്മിച്ചാൽ മാത്രമാണ് ഈ രക്ഷാപ്രവർത്തനത്തിന്റെ ഒരു നിർണായക ഘട്ടം പൂർത്തിയാക്കുക. കാരണം പാലത്തിലൂടെ മാത്രമേ അങ്ങോട്ടേക്ക് വലിയ വാഹനങ്ങൾ, പ്രത്യേകിച്ച് മണ്ണുമാന്തി യന്ത്രങ്ങളടക്കം കൊണ്ടുപോകാൻ കഴിയുക. അങ്ങനെ കൊണ്ടുപോയാൽ മാത്രമായിരിക്കും പൂർണ്ണഗതിയിൽ അവിടെയുള്ള രക്ഷാപ്രവർത്തനം പൂർത്തീകരിക്കാൻ കഴിയുക. പ്രത്യേകിച്ചും അവിടെ കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ പുറത്തേക്ക്. ഫെലിക്സ്, ഇപ്പോൾ താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുന്ന ബെയിലി പാലത്തിന്റെ നിർമ്മാണം അത് രാത്രിയിൽ വീണ്ടും പുനരാരംഭിക്കുന്നത്. ഇപ്പൊ തന്നെ സമയം 5 മണി കഴിഞ്ഞു. കുറച്ചുകൂടി കഴിയുമ്പോൾ മഴയുള്ളത് കൊണ്ട് തന്നെ അത് കൂടുതൽ ഇരുട്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് പ്രദേശത്ത്. അപ്പോൾ ഇനി എങ്ങനെയായിരിക്കും? ഇന്ന് രാത്രി പുനരാരംഭിക്കാൻ സാധ്യതയുണ്ടോ ഈ പാലത്തിന്റെ നിർമ്മാണം? പ്രത്യേകിച്ച് പാലം നിർമ്മിച്ചാൽ മാത്രമേ രക്ഷാപ്രവർത്തനം ദ്രുതഗതിയിലാകൂ. അപ്പോൾ അതിനുള്ള സാധ്യതകൾ എങ്ങനെയാണ്? വെളിച്ചമടക്കം ഇവിടെ എത്തിച്ചിട്ടുണ്ട്. വെളിച്ചമടക്കമുള്ള സൗകര്യങ്ങൾ ഇവിടെയൊക്കെ അതിൻ്റെ പശ്ചാത്തല സൗകര്യങ്ങളൊക്കെ തന്നെ ഒരുക്കിയിട്ടുണ്ട്. രാവിലെ സൈന്യത്തിലെ ഉദ്യോഗസ്ഥരുമായി നമ്മൾ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും ഇത് പൂർത്തിയാക്കുമെന്നതാണ്. പൂർത്തിയാക്കാൻ കുറച്ച് താമസമെടുക്കും. പക്ഷേ പ്രധാനപ്പെട്ട കാര്യം, കൂടുതൽ ഉപകരണങ്ങൾ, പ്രത്യേകിച്ചും കണ്ണൂർ വിമാനത്താവളത്തിലെത്തിയ സൈനിക വിമാനത്തിൽ നിന്നും ഉള്ള സാധനങ്ങൾ, ഉപകരണങ്ങളൊക്കെ തന്നെ ഇവിടേക്ക് എത്തിക്കേണ്ടതുണ്ട്. അത് വലിയ വെല്ലുവിളിയാണ്. 15 ട്രക്കുകൾ ഈ മല കയറി ഇവിടേക്ക് എത്തണം. അത് എത്തിയ ശേഷം മാത്രമായിരിക്കും പൂർത്തീകരിക്കാൻ കഴിയുക. അതിലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇങ്ങനെ തടസ്സപ്പെട്ട് നിൽക്കുകയാണ്. വലിയ കുത്തൊഴുക്ക് പുഴയിലുണ്ട്. ആ കുത്തൊഴുക്ക് ഒരു പ്രധാനപ്പെട്ട കാരണമാണ്. കാരണം ഏതെങ്കിലും തരത്തിൽ അപകടം സംഭവിച്ചാൽ തീർച്ചയായും
അവർക്ക് അത് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കും. ഇപ്പോൾ ഇവിടെയുള്ള ആളുകൾ, ഇവിടെ നിൽക്കുന്ന NDF-ന്റെയും പോലീസിന്റെ ആളുകൾ ഈ പാലത്തിലൂടെ ആളുകളോട് പോകരുത് എന്ന് പറയുകയാണ്. കാരണം ഞാൻ പറഞ്ഞൊരു ചെറിയ പാലം അവിടെയുണ്ട്. പുഴ കുറുകെ കടക്കാൻ പാടില്ല. താഴെയുള്ള പാലത്തിലുള്ള വഴി ആരും പുഴ കുറുകെ കടക്കാൻ പാടില്ലെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. അതൊരു മുന്നറിയിപ്പാണ് പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. പുഴ മറികടന്ന് പോകരുത്. അതായത് ഒരു ചെറിയ പാലമാണ്, കമ്പ് കൊണ്ടുണ്ടാക്കിയതാണ്, കയറ് കെട്ടി നിർത്തിയിരിക്കുന്ന ഒരു പാലമാണ്. ആ പാലത്തിലൂടെ പോകരുത് എന്ന മുന്നറിയിപ്പാണ് ഇപ്പോൾ നൽകുന്നത്. കാരണം അത്രയധികം വലിയ കുത്തൊഴുക്കുണ്ട്. ഇപ്പോൾ ആ ഒരു ചെറിയ പാലം മാത്രമാണ്, ആ ചെറിയൊരു പാലം മാത്രമാണ് ഇവിടേക്കും അങ്ങോട്ടേക്കും പോകാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു മാർഗം. പക്ഷെ ആ പാലത്തിലൂടെ പോകരുത് എന്നാണ് നൽകുന്നത് പോലീസ്. ആർമി പോലീസ് ഉദ്യോഗസ്ഥരല്ലാത്ത എല്ലാ ആളുകളോടും മാറാൻ വേണ്ടി പോലീസ് അറിയിച്ചിട്ടുണ്ട്. ഈ പാലത്തിനരികിലുള്ള ആർമി പോലീസ് ഉദ്യോഗസ്ഥരല്ലാത്ത എല്ലാവരോടും മാറാൻ വേണ്ടി പോലീസ് അറിയിച്ചിട്ടുണ്ട്. ഉദ്യോഗസ്ഥരുടെ മുന്നറിയിപ്പ് കൂടിയാണ് നമ്മൾ അവിടെ നിന്ന് കേൾക്കുന്നത്. അനൗൺസ്മെന്റ് ആണ് കേട്ടത്. അവിടെ നിന്നും, അതായത് ചെറിയ പാലമാണ്, ആ പാലത്തിലൂടെ കടന്നു പോകരുത്. ഇപ്പോൾ ഉണ്ടാക്കിയ താൽക്കാലിക പാലത്തിലൂടെ കൂടി. അപ്പം തന്നെ ബെയിലി പാലത്തിന്റെ നിർമ്മാണം അത് താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുന്നു. നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ചുരൽമലയിൽ. ഇപ്പോൾ നമുക്ക് കാണാം, വെള്ളത്തിന്റെ ഒഴുക്ക് കാണാം, കുത്തി ഒഴുകുകയാണ്. അത്രമേൽ ശക്തമായിട്ടാണ് വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അപകട സാധ്യതയൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് പോലീസ് ഉദ്യോഗസ്ഥരും ആർമി ഉദ്യോഗസ്ഥരും അല്ലാതെ ബാക്കി എല്ലാവരോടും അവിടെ നിന്ന് മാറാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കൂടുതൽ ആളുകളെ രക്ഷിക്കുന്ന പ്രവർത്തനമൊക്കെ അവിടെ പുരോഗമിക്കുന്നുണ്ട്. പക്ഷേ മഴ വലിയ വില്ലനായി തന്നെ മാറുന്ന കാഴ്ചയാണ് നമ്മൾ ചൂരൽമലയിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. തീർത്തും വേദനിപ്പിക്കുന്ന കാഴ്ചകൾ തന്നെയാണ് നമ്മൾ കാണുന്നതൊക്കെയും. തത്സമയ ദൃശ്യം, ചൂരൽമലയിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. വീണ്ടും ഒരാളെ കൂടി അവിടെ നിന്ന് എത്തിക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഫെലിക്സ് നൽകുന്ന വിവരമനുസരിച്ച് അവിടെ വെളിച്ചം ഉൾപ്പെടെ രാത്രിയിലേക്കുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ രാത്രിയിലാണെങ്കിലും ഈ പാലത്തിന്റെ നിർമ്മാണം നടക്കും, പിന്നോട്ടില്ല എന്നുള്ള കാര്യം തന്നെയാണ് അവിടുന്ന് ഉദ്യോഗസ്ഥർ, ആർമി ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ പറഞ്ഞതെന്നും ഫെലിക്സ് നേരത്തെ റിപ്പോർട്ട് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ അല്പം കഴിയുമ്പോൾ വീണ്ടും ബെയിലി പാലത്തിന്റെ പുനർനിർമ്മാണം ഉണ്ടാകുമെന്ന് വേണം നമ്മൾ പ്രതീക്ഷിക്കാൻ.